ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തങ്കം, അനിയൻ സാറിനോട് എല്ലാം പറയുന്ന കൂട്ടത്തില് കൃഷ്ണയുടെ വിവാഹക്കാര്യം കൂടി പറയേണ്ടി വരില്ലേ? പറയാതെ പിന്നെ ഇത്രയും വലിയൊരു കാര്യം ഒരച്ഛനിന്ന് മറച്ചു വെക്കാൻ പറ്റുമോ? എന്റെ ദൈവമേ, ഇത് നിസ്സാരമായൊരു കാര്യമല്ലല്ലോ. പറയാതിരുന്ന ചതിക്കുന്നതിന് തുല്യോ? പിന്നെ പറയുന്നതിലും ഒരു കുഴപ്പമുണ്ട്. സിത്താര മാഡത്തിന്റെ മകൾ ഗാഥ ശ്രീനിവാസ സാറിന്റെ മകളായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി കൃഷ്ണ താലികെട്ട് നടത്തിയത് ശ്രീനിവാസ സാർ ചിലപ്പോ ന്യായീകരിച്ചേക്കും. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഗാഥയുടെ ജന്മവുമായി അനിയൻ സാറിന് ഒരു ബന്ധവുമില്ല. സിത്താര മാഡത്തിന് വേറൊരു ഭർത്താവ്, വേറൊരു കുഞ്ഞ്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് കൃഷ്ണയെ കൊണ്ട് നമ്മളിതെല്ലാം ചെയ്യിച്ചു എന്ന് സാർ അറിഞ്ഞാൽ സാർ അത് പൊറുക്കില്ല. അതുമാത്രമല്ല ഗോപാലേട്ടാ, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. വേറെന്താ പ്രശ്നം? അത് ചേച്ചി അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ സാറ് കുഞ്ഞിനെ ചേച്ചി ഏൽപ്പിച്ചത്. എന്നിട്ട് ചേച്ചി തന്നെ പിന്നീട് ഒരിക്കൽ അവളെ ഒരു കല്യാണ വസ്തുവായിട്ട് ഉപയോഗിച്ചു എന്നറിഞ്ഞ അനിയൻ സാറിന്റെ മറുപടി എന്തായിരിക്കും? അമ്മയ്ക്ക് ഓപ്പറേഷനുള്ള പണത്തിന് വേണ്ടി കൃഷ്ണ ചെയ്തതാണെന്ന് പറഞ്ഞാലും അതിന് കൂട്ടുനിന്നതിന്റെ പേരില് ചേച്ചി ചീത്ത പറയില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ഗോപാല? തൽക്കാലം ഇത്രയും നാള് കുറെ കാര്യം രഹസ്യമായി ഇരുന്നതുപോലെ ഇതും രഹസ്യമായി ഒരു ഭാഗത്തിരിക്കട്ടെ. കേട്ടോ കൃഷ്ണമോളെ, എത്ര വലിയ സാഹചര്യം ഉണ്ടായാലും ഇങ്ങനെ ഒരു വിവാഹം നവീനുമായി നടന്നിട്ടുണ്ടെന്ന് സാർ അറിയണ്ട. ഒന്നഴിയുമ്പോ ഒന്ന് മുറുകയല്ലേ? ഈ ലോകത്ത് നമുക്ക് മാത്രമാണോ ഇങ്ങനെ? പുഴയോരം വീട്ടിലേക്ക് ചെല്ലുമ്പോ ആരതി ഒഴിഞ്ഞ് നിങ്ങളെയൊക്കെ സ്വീകരിക്കണമെന്നാ ഞാൻ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ വേണം സാറേ. ഇതൊക്കെ വലിയൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ, വേറൊന്നും വേണ്ട. കൃഷ്ണ സാറിന്റെ മുമ്പിലേക്ക് വന്ന ആ വഴി മാത്രം നോക്കിയാ പോരെ, അത് ദൈവം വരച്ചാണെന്ന് തിരിച്ചറിയാൻ. അത് ശരിയാ സുനന്ദേ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഇങ്ങനെ ആളുകൾ കൂട്ടിമുട്ടാൻ ഒരു ചാൻസും ഇല്ല. എടോ ദുബായ്, ഈ രക്തബന്ധങ്ങൾ പരസ്പരം പിരിഞ്ഞു പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് നടന്നിട്ടുള്ള കാര്യ. പിന്നെ 10-30 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ വീണ്ടും കൂട്ടിമുട്ടും. അന്നു മുതൽ ആ ബന്ധത്തിന് വേറൊരു നിറവായിരിക്കും, വേറൊരു സുഖമായിരിക്കും. സർ, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞു മോളെ. ഞാനും അമ്മയും ഇവിടെ തന്നെ നിന്നോളാം. സാറിന് ഞങ്ങളെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് വന്ന് കാണാലോ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ടും വരാം. ഇതിപ്പോ ആരുടെ ബുദ്ധിയെ പ്രവർത്തിച്ചേ? കൃഷ്ണമോളുടെ ആണോ അതോ കൂടെ നിൽക്കുന്ന മറ്റാരുടെങ്കിലും ആണോ?